അതിമനോഹരമായ വീടുകൾ. കേരളത്തിലെവിടെയും ഇത്തരത്തിലുള്ള മനോഹരമായ വീടുകൾ നിങ്ങളുടെ സ്വന്തം പ്ലോട്ടിൽ നിങ്ങളുടെ ബജറ്റ് അനുസരിച്ച് നിർമ്മിക്കാൻ സമീപിക്കുക. ലെജൻഡ് റോയൽ ഇൻഫ്ര, പനമ്പിള്ളി നഗർ, കൊച്ചി. വീടുകളും കൊമേഴ്ഷ്യൽ കോംപ്ലക്സുകളും ആശുപത്രികളും ഹോട്ടലുകളും റിസോർട്ടുകളുമായി നിങ്ങൾക്ക് നിർമ്മിക്കേണ്ട കെട്ടിടങ്ങൾ ഏതുമാകട്ടെ, അവയുടെ രൂപകൽപ്പനയും നിർമ്മാണവും ഇന്റീരിയർ ലാൻഡ്സ്കേപ്പ് വർക്കുകളും ടേൺ കീ പ്രൊജക്റ്റായി ഏറ്റെടുത്ത് നടത്തിത്തരുന്ന അതീവ വിശ്വസ്തമായ സ്ഥാപനം. നിങ്ങളുടെ സ്വപ്ന സൗധങ്ങൾ അതെത്ര ചെറുതോ വലുതോ ആകട്ടെ, കേരളത്തിൽ എവിടെയും അവ നിർമ്മിച്ചു തരാനായി ഇപ്പോൾ തന്നെ വിളിക്കുക. ലെജൻഡ് റോയൽ ഇൻഫ്ര. ഫോൺ 9495985415. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9495985415. ലെജൻഡ് റോയൽ ഇൻഫ്ര, യുവർ റിലയബിൾ ആർക്കിടെക്ട്. വ്യത്യസ്ത ശൈലിയിൽ നിർമ്മിച്ച 2 വീടുകൾ, അവയുടെ ഫർണിഷിംഗ് പാറ്റേൺ, ഒപ്പം വൈദ്യുതി ചെലവ് കുറയ്ക്കുന്നതിനെ പറ്റി വിവരിക്കുന്ന ഹോം ടിപ്സ്. വാസ്തുവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങളെ തേടിയെത്തുന്നത് ഇത്തരം കാഴ്ചകളുമായാണ്. പുതുമയേറെ വീടുകൾ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മാതൃകയാക്കാവുന്നതാണ് ആദ്യ സെഗ്മെന്റിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്ന 2 വീടുകൾ. അതിൽ ഒന്ന് ഒരു വിക്ടോറിയൻ സ്റ്റൈൽ വില്ലയാണ്. നോക്കൂ. നിങ്ങൾക്ക് പിന്നാലെ കണ്ടംപററി സ്റ്റൈലിൽ നിർമ്മിച്ച ഒരു വീടിൻ്റെ വിശേഷങ്ങളുമുണ്ട്. നോക്കൂ, ഇതാണ് ആ വീട്. ുള്ള ഒരു ആർക്കിടെക്ചർ ശൈലി നമ്മൾക്കുണ്ടെങ്കിലും ഇപ്പോൾ കണ്ടതുപോലുള്ള വീടുകൾ നിർമ്മിക്കാൻ ഒട്ടേറെ മലയാളികൾ ഇന്ന് താല്പര്യം കാണിക്കുന്നുണ്ട്. വിദേശത്തു നിന്നും നാം കടം കൊണ്ടതാണ് വിക്ടോറിയൻ ശൈലിയിലും കണ്ടംപററി സ്റ്റൈലിലുമുള്ള ഇത്തരം വീടുകൾ. പുതുമയേറെ വീടുകൾ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ ഈ വീടുകളും അവയുടെ നിർമ്മാണ ശൈലിയും കണ്ടു നോക്കൂ. ആദ്യം ഒരു വിക്ടോറിയൻ സ്റ്റൈൽ വില്ലയും അതിൻ്റെ ദൃശ്യങ്ങളും. എറണാകുളം ജില്ലയിൽ സ്വദേശി ശ്രീ ജോൺ ജോർജിൻ്റേതാണ് ഈ വീട്. 4 അംഗങ്ങൾ മാത്രമുള്ള കുടുംബമാണ് ശ്രീ ജോൺ ജോർജിൻ്റേത്. ഭാര്യ ബീന ജോൺ, മക്കൾ റോഷൻ ജോൺ, ഹെലൻ ജോൺ എന്നിവരാണ് ശ്രീ ജോണിനൊപ്പം ഈ വീട്ടിലുള്ളത്. കേരളത്തിലെ പതിവ് പാർപ്പിട ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വീട് എന്നതായിരുന്നു
ഗൃഹനിർമ്മാണത്തിനിറങ്ങുന്ന ഘട്ടത്തിൽ ശ്രീ ജോൺ ആഗ്രഹിച്ചത് അതനുസരിച്ചൊരുക്കിയതാണ് ഈ വീട്. ഒരു വീട് നിർമ്മിക്കുന്ന സമയത്ത് ഡിഫറെൻറ്റ് സ്റ്റൈൽസ് അഡോപ്റ്റ് ചെയ്യുക, പിന്നെ പുതുമകൾ അഡോപ്റ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ മലയാളീസിൻ്റെ ഒരു രീതിയാണ്. അപ്പോൾ വിക്ടോറിയൻ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ അതിനൊരു പറ്റിയൊരു ഉദാഹരണമാണ്. ആ രീതിയിൽ നിർമ്മിച്ചൊരു വീടാണ് ഈ വീട്. ഇത് പണ്ട് കാലത്ത് വിക്ടോറിയൻ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ എന്നുള്ളത് യൂറോപ്പിൽ ഒറിജിനേറ്റ് ചെയ്ത ഒരു ആർക്കിടെക്ചർ സ്റ്റൈലാണ്. അത് ബ്രിട്ടീഷുകാർ വഴി നമ്മുടെ നാട്ടിൽ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നു. വിക്ടോറിയൻ സ്റ്റൈൽ ഒരു യൂണിക്നെസ് നിലനിർത്തുന്ന രീതിയിലുള്ള ഒരു ആർക്കിടെക്ചർ സ്റ്റൈലാണ്. അപ്പോൾ പുതുമയും നമ്മുടെ ക്ലൈമറ്റിക് കണ്ടീഷനും യോജിച്ച രീതിയിലെല്ലാം ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റൈലാണ് വിക്ടോറിയൻ സ്റ്റൈൽ. അപ്പോൾ ആ രീതിയിൽ നിർമ്മിച്ച ഒരു വീടാണ് ഈ വീട്. ദീർഘചതുരാകൃതിയിലുള്ളൊരു പ്ലോട്ടിലാണ് ഈ വീട്. അതിനാൽ ഫ്രണ്ട് സൈഡ് റോഡിന് സമാന്തരമായി നല്ല നീളത്തിൽ രൂപകൽപ്പന ചെയ്ത വീടാണിത്. വലിപ്പം 2800 സ്ക്വയർ ഫീറ്റ് മാത്രമേ ഉള്ളൂവെങ്കിലും റോഡിൽ നിന്നുള്ള വീക്ഷണത്തിൽ അതേക്കാളും എത്രയോ വലിയൊരു വീടാണിതെന്ന് തോന്നലുളവാക്കുന്നുണ്ട് ഈ ഡിസൈൻ. ഒറ്റനില വീടായാണ് ഇതിന്റെ ഡിസൈൻ. പക്ഷേ 2 നില വീടിൻ്റേത് എന്ന് തോന്നിപ്പിക്കുന്ന ഡബിൾ ലെയർ ആയാണ് ഇതിന്റെ റൂഫിംഗ് പാറ്റേൺ. ഓടുമേഞ്ഞ സ്ലോപ്പിംഗ് റൂഫാണ് ഈ വീടിന്. വിക്ടോറിയൻ മാതൃകയിലുള്ള ഒരു വീടായി ഇതിനെ മാറ്റുന്നതിൽ ഈ റൂഫിന് വലിയ പങ്കുണ്ട്. വിക്ടോറിയൻ ആർക്കിടെക്ചറിൽ കാണുന്ന ഡോർമർ സ്റ്റൈൽ കിളിവാതിൽ, ചുമരിലെ ഗ്രൂപ്പ് വർക്ക്, പെഡിമെന്റ് വർക്ക് എന്നിവയൊക്കെ ഈ വീടിനുമുണ്ട്. നിർമ്മാണപരമായി നോക്കിയാൽ ഒറ്റ നിലയായി കോൺക്രീറ്റിൽ നിർമ്മിച്ച വീടാണിത്. ആ കോൺക്രീറ്റ് റൂഫിന് മുകളിൽ ട്രസ് വർക്ക് ചെയ്ത് ഓട് വിരിച്ചാണ് ഈ സ്ലോപ്പിംഗ് റൂഫ് ഒരുക്കിയത്. സ്ലോപ്പിംഗ് റൂഫ് ആയതിനാൽ നമ്മുടെ കാലാവസ്ഥയ്ക്കും യോജിക്കുന്നതാണ് ഇത്. നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റിക് കണ്ടീഷന് യോജിച്ചത് ഏറ്റവും നല്ലത് സ്ലോപ്പ് റൂഫ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ വിക്ടോറിയൻ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ സ്ലോപ്പ് റൂഫ് എന്നുള്ള രീതിയിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് ഒരു ഫ്ലാറ്റ് റൂഫ് ചെയ്തിട്ട് അതിൻ്റെ മേളിൽ ഒരു സ്ലോപ്പ് റൂഫ് ട്രസ് വർക്ക് എന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡബിൾ ലെയർ റൂഫിംഗ് പാറ്റേൺ വരുന്നതുകൊണ്ട് നമ്മുടെ ക്ലൈമറ്റിക് കണ്ടീഷന് യോജിച്ച രീതിയിലും പിന്നെ വിക്ടോറിയൻ ആർക്കിടെക്ചർ സ്റ്റൈലിലും യോജിച്ച രീതിയിലെല്ലാം രീതിയിലാണ് ഈ റൂഫിംഗ് പാറ്റേൺ കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് സൈഡ് മുഴുക്കെ നീളുന്ന കോമ്പൗണ്ട് വാൾ, അതിൽ 2 ഗേറ്റുകൾ. ഗേറ്റ് കടന്നാൽ കരിങ്കല്ല് പതിച്ച മുറ്റം, മുറ്റത്തിനപ്പുറം ഗാർഡൻ, ഗാർഡനോട് ചേർന്ന് കാർപോർച്ചായി നിർമ്മിച്ച പോർട്ടിക്കോ, അവിടെ നിന്ന് എൻട്രി നൽകി ഒരു എൽ ഷേപ്പ് സിറ്റ് ഔട്ട്. ഈ വീടിന്റെ എക്സ്റ്റീരിയറിൽ ഇത്തരം സൗകര്യങ്ങൾ കൂടിയുണ്ട്. ഈ വരാന്തയിൽ നിന്നാണ് വീട്ടിലേക്കുള്ള എൻട്രി. വാതിൽ തുറന്നാൽ ആദ്യം ഈ ഫോയറാണ്. ഒരു മുറിയുടെ വലിപ്പത്തിലുള്ള ഫോയർ. അതിന്റെ വലതുഭാഗത്തായി ഈ ലിവിംഗ് സ്പേസ്. ഇങ്ങനെയാണ് ക്രമീകരണം. നല്ല ഫർണിഷിങ്ങും നല്ല പ്രൈവസിയുമുള്ള ലിവിംഗ് റൂമാണിത്. എൻട്രി ഫോയറിൽ നിന്ന് നേരെ മുന്നോട്ട് നീങ്ങിയാൽ വലിയൊരു ഉൾത്തളമാണ്. ഒരു ഭാഗത്ത് ഫോർമൽ ഡൈനിങ്, മറ്റൊരു ഭാഗത്ത് ഫാമിലി സിറ്റിംഗ്, അതിനരികെയായി എന്റർടൈൻമെന്റ് സജ്ജീകരണങ്ങൾ. ഈ വിധമൊരുക്കിയതാണ് ഈ നടുത്തളം. ലിവിംഗ് റൂമിലെ ഫർണിച്ചർ, നടുത്തളത്തിലെ ഫർണിച്ചർ, ഫോയറിലെ വുഡ് വർക്ക് എന്നിവയിലൊക്കെ ഒരു ക്ലാസിക് ടച്ച് കാണാം. ഇതൊരു വിക്ടോറിയൻ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ ആയതുകൊണ്ട് ഇതിന് മാച്ച് ചെയ്യുന്നത് ഒരു ക്ലാസിക്കൽ ടച്ചുള്ള ഇൻറ്റീരിയർ ആയിരിക്കും. അപ്പോൾ ആ രീതിയിലാണ് ഈ വീടിൻ്റെ ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്നത്. ഇത് ടോട്ടലി നോക്കുവാണെങ്കിൽ ഒരു മിനിമലിസ്റ്റിക് കോൺസെപ്റ്റിൽ മാക്സിമം സ്പേസ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് മിനിമം ഫർണിച്ചർ അറേഞ്ച് ചെയ്തേക്കുവാണ്. അപ്പോൾ അത് നമുക്കൊരു അകത്തൊരു വിശാലത തോന്നുകയും ചെയ്യും, മൂവ്മെൻറ്റിനുള്ള സ്പേസും ഉണ്ടാകും. അപ്പോൾ നമ്മൾ മാക്സിമം ആർക്കിടെക്ചർ സ്റ്റൈൽ ഏത് രീതിയാണ് എക്സ്റ്റീരിയൽ അഡോപ്റ്റ് ചെയ്യുന്നത് വെച്ച് ആ ഒരു സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ തന്നെ ഇൻറ്റീരിയറിൽ അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. ആ രീതിയിൽ തന്നെയാണ് ഈ വീട് ചെയ്തിരിക്കുന്നത്. ഈ എൻട്രി ഫോയറിന്റെ ഒരു അരികു ചേർന്ന് 2 കിടപ്പറകളാണ് ഇവിടെ. ഒന്ന് ഇതാണ്, കന്നിമൂലയിലായി നിർമ്മിച്ച മാസ്റ്റർ ബെഡ്റൂം, സ്പേഷ്യസ് റൂം, മോഡേൺ എക്യുപ്മെന്റുകളോട് കൂടിയ ബാത്റൂം, വലിയ വാർഡ്രോബ് എന്നീ സൗകര്യങ്ങളൊക്കെയുണ്ട് ഈ ബെഡ്റൂമിന്. ഇതാണ് 2ാമത്തെ കിടപ്പറ. ഫർണിഷിംഗിലെ ചന്തം ഈ കിടപ്പുമുറിയെയും ആകർഷകമാക്കുന്നു. അറ്റാച്ച്ഡ് ഫെസിലിറ്റിയുണ്ട്, വുഡൻ വാർഡ്രോബുമുണ്ട്. പ്രത്യേക കളർ തീമിലാണ് ഈ മുറി ഒരുക്കിയത്. ഇവിടുത്തെ 3ാമത്തെ കിടപ്പറ ഇതാണ്. ഫോർമൽ ഡൈനിങ്ങിന് അരികിൽ നിന്നാണ് എൻട്രി.
ഡ്രസ്സിംഗ് ഏരിയ, ബാത്റൂം എന്നീ സൗകര്യങ്ങൾ ഉൾപ്പെടെ ആകർഷകമായ സൗകര്യങ്ങൾ ഈ കിടപ്പറയ്ക്കുണ്ട്. വോളിൽ നൽകിയ പൂക്കളുടെ ഡിസൈനും ആകർഷകം. ഫോമൽ ഡൈനിങ്ങിന് അരികിൽ നിന്ന് എൻട്രി നൽകി ഒരു ഷോ കിച്ചൺ, അതിനപ്പുറത്തായി വർക്കിംഗ് കിച്ചൺ. അങ്ങനെയാണ് ഇവിടുത്തെ അടുക്കള സംവിധാനം. ദശകങ്ങൾ പിന്നിട്ടാലും പുതുമ നഷ്ടപ്പെടാത്ത ഒരു ഡിസൈൻ സ്റ്റൈലാണ് വിക്ടോറിയൻ ആർക്കിടെക്ചറിൻ്റേത്. ക്ലാസിക് സ്പർശമുള്ള ഒരു വാസ്തുകല. അത്തരമൊരു ശൈലിയിലുള്ള വീടായതുകൊണ്ട് തന്നെ എന്നും പുതുമ തോന്നിപ്പിക്കുന്ന വീടുകൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ വീടിന്റെ ഡിസൈൻ പാറ്റേൺ സ്വീകരിക്കാവുന്നതാണ്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു കണ്ടംപററി സ്റ്റൈൽ വീടിന്റെ കാഴ്ചകളാണ്. നോക്കൂ. ആലപ്പുഴ സിറ്റിയിൽ സിവിൽ സ്റ്റേഷൻ വാർഡിൽ അടുത്തിടെ നിർമ്മാണം പൂർത്തിയായ മനോഹരമായൊരു വീടാണിത്. കേരളത്തിലെ പാർപ്പിട നിർമ്മാണ മേഖലയിൽ അടുത്തിടെ പ്രചാരം സിദ്ധിച്ചു വരുന്ന കണ്ടംപററി ആർക്കിടെക്ചറൽ സ്റ്റൈൽ അനുസരിച്ച് നിർമ്മിച്ച ഇരുനിലയിലുള്ള ഒരു വീട്. 8 സെന്റ് മാത്രം വലിപ്പമുള്ള ചെറിയൊരു ഹൗസ് പ്ലോട്ടിലാണ് ഇതിന്റെ നിർമ്മാണം. വലിപ്പം 2900 സ്ക്വയർ ഫീറ്റ്. കണ്ടംപററി ആർക്കിടെക്ചറിന്റെ ഒട്ടേറെ എലമെന്റുകൾ ഈ വീടിന്റെ എക്സ്റ്റീരിയറിൽ കാണാം. കണ്ടംപററി ഡിസൈനിന്റെ പ്രധാന സവിശേഷതയായ സ്ട്രെയിറ്റ് ലൈൻ പാറ്റേണിലാണ് ഇതിന്റെ എക്സ്റ്റീരിയർ വാൾ ഒരുക്കിയത്. എങ്കിലും റൂഫിംഗ് പാറ്റേണിൽ സ്വീകരിച്ചത് സ്ലോപ്പിംഗ് സ്റ്റൈലാണ്. ഗ്രേ കളർ ടൈൽസ് ആണ് റൂഫിൽ പതിച്ചിരിക്കുന്നത്. എക്സ്റ്റീരിയർ വാളിന് നൽകിയിരിക്കുന്നത് തൂവെള്ള നിറച്ചാർത്തും. ഇങ്ങനെ ആദ്യ കാഴ്ചയിൽ തന്നെ കേരളത്തിന്റെ ട്രഡീഷണൽ സ്റ്റൈൽ വീടുകളിൽ നിന്നെല്ലാം ഏറെ വ്യത്യസ്തത പുലർത്തുന്ന ഒരു വീട് കൂടിയാണിത്. റീസെൻ്റ്ലി നമ്മുടെ പാർപ്പിട നിർമ്മാണ മേഖലയിൽ പ്രചരിച്ചു വരുന്ന ആർക്കിടെക്ചർ സ്റ്റൈലാണ് കണ്ടംപററി ആർക്കിടെക്ചർ സ്റ്റൈൽ. അപ്പം ആ രീതി നിർമ്മിച്ചൊരു വീടാണിത്. കണ്ടംപററി ആർക്കിടെക്ചർ സ്റ്റൈൽ എന്ന് വെച്ചാൽ സമകാലിക നിർമ്മാണ രീതി എന്ന് വേണമെങ്കിൽ പറയാം. ഇത് വേണമെങ്കിൽ 2 രീതിയിൽ ചെയ്യാൻ പറ്റും. ഒന്ന് സ്ലോപ്പിംഗ് റൂഫ് പാറ്റേൺ ആയിട്ട് ചെയ്യാൻ പറ്റും, പിന്നെ വീണ്ടും ഫ്ലാറ്റ് റൂഫ് എന്നുള്ള രീതിയിൽ ചെയ്യാൻ പറ്റും. ഇവിടെ ചെയ്തിരിക്കുന്നത് ഒരു ഫ്ലാറ്റ് റൂഫിൽ സ്ലോപ്പിംഗ് റൂഫ് വരുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പം അത് നമ്മുടെ ക്ലൈമറ്റിക് കണ്ടീഷൻ യോജിച്ച രീതിയിലും പിന്നെ നമ്മുടെ കേരള ആർക്കിടെക്ചർ സ്റ്റൈലിൽ അഡോപ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇതുകൊണ്ട് നമ്മുടെ ഈ കണ്ടംപററി ആർക്കിടെക്ചർ സ്റ്റൈലും പിന്നെ കേരള ആർക്കിടെക്ചർ സ്റ്റൈലും കൂടിയുള്ളൊരു ഫ്യൂഷനാണ് ഈ വീട് ചെയ്തിരിക്കുന്നത്. അപ്പം അങ്ങനെ നിർമ്മിച്ചൊരു വീടാണ് ഈ വീട്. ആലപ്പുഴയിലെ എയർ എക്സ്പ്രസ് ടൂർസ് ആൻഡ് ട്രാവൽസിന്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ നിഹാസ് ബഷീറിന്റെയും ഭാര്യ സൈന ബഷീറിന്റെയും വീടാണിത്. എത്ര സൈസിൽ വേണമെങ്കിലും എക്സ്റ്റീരിയർ ബ്യൂട്ടി എങ്ങനെ വേണമെങ്കിലും നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ചെറിയൊരു പ്ലോട്ടിൽ അതിൻ്റെ ലിമിറ്റേഷൻസ് എല്ലാം വെച്ചുകൊണ്ട് അതിൻ്റെ റിക്വയർമെൻറ്റ്സ് എല്ലാം നമ്മൾ ഫുൾഫിൽ ചെയ്യണമെങ്കിൽ നമ്മൾ ഓവർകം ചെയ്യണമെങ്കിൽ കുറച്ച് ഒരു വലിയൊരു ചലഞ്ച് തന്നെ വേണ്ടി വരും. അപ്പം അങ്ങനെ ഒരു ചലഞ്ച് ഓവർകം ചെയ്തൊരു ഡിസൈനാണ് ഈ വീട്. ഈ വീട് ഇരിക്കുന്നത് ഒരു 8 സെൻസുള്ള പ്ലോട്ടിലാണ്. പിന്നെ 8ഓളം മെമ്പേഴ്സിന് താമസിക്കാൻ പറ്റിയ റിക്വയർമെൻറ്റും ഉണ്ട്. ഒരു ചെറിയ വീട്ടിൽ നല്ലൊരു എക്സ്റ്റീരിയർ വ്യൂ കൊടുത്തിട്ട് ധാരാളം മുറികൾ ചേർക്കുക എന്നുള്ളൊരു ബിഗ് ചലഞ്ചാണ്. അപ്പോൾ ആ ഒരു ലിമിറ്റേഷൻ, ഒരു പ്ലോട്ടിൻ്റെ ലിമിറ്റേഷനെ ഓവർകം ചെയ്തുകൊണ്ട് ധാരാളം മുറികൾ കൊടുത്തി നല്ലൊരു എക്സ്റ്റീരിയർ വ്യൂ കൊടുക്കാൻ പറ്റിയെന്നുള്ളത് ഈ വീടിൻ്റെ ഒരു പ്രത്യേകത. എക്സ്റ്റീരിയർ ഡിസൈനിലും ഇന്റീരിയർ ഡിസൈനിലും കണ്ടംപററി ആർക്കിടെക്ചറിന്റെ എലമെന്റ്സ് ധാരാളം ഉൾപ്പെടുത്തിയ
ഇവിടെ ഒരു മുറി കൂടിയുണ്ട്, ഒരു ഫാമിലി സിറ്റിംഗ് സ്പേസ്. ഗ്രൗണ്ട് ഫ്ലോറിലെ ഈ മുറി ഫാമിലി മെമ്പേഴ്സിന് വേണ്ടിയുള്ള നല്ലൊരു റിലാക്സിംഗ് സ്പേസ്. സ്ട്രീറ്റ് ലൈൻ പാറ്റേണിലുള്ള ഫർണിച്ചറുകൾ, വെനീറും പ്ലൈവുഡും പോലെയുള്ളവയുടെ ഉപയോഗവും ഫർണിച്ചറുകളിൽ കാണാം. ഈ വീട് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതൊരു കണ്ടംപററി സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചറാണ് ഈ വീട് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫർണിച്ചർ പാറ്റേണും കൂടി കണ്ടംപററി സ്റ്റൈലിൽ അഡോപ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇവിടുത്തെ ഇൻറ്റീരിയർ ലേഔട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു മിനിമലിസ്റ്റിക് കൺസെപ്റ്റിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഡിസൈൻസിലാണ് ഈ ഫർണിച്ചർ രീതി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതും കൂടുതലും നമ്മൾ വുഡ്സ് എല്ലാം അവോയ്ഡ് ചെയ്തുകൊണ്ട് വിനീറും ലാമിനേറ്റ്സും എല്ലാം കൂടുതലും അഡോപ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഫർണിഷിംഗ് രീതി.